വോട്ട് രേഖപ്പെടുത്താൻ അവസരം നിഷേധിച്ചതോടെ തെരുവിലിറങ്ങി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വിവിധ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെ വോട്ട് രേഖപ്പെടുത്താൻ അവസരം നഷ്ടപ്പെട്ടവർക്ക് സൗകര്യം ഒരുക്കണം എന്നാണ് പ്രധാനമായ ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ നിരവധി ഉദ്യോഗസ്ഥർക്കാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് ഏർപ്പെടുത്തണം. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലും SARന്റെ ഭാഗവുമായി ഉണ്ടായിരുന്ന BLOമാർക്ക് വേതനം നൽകണം എന്നീ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. FSO സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരോടൊപ്പം ഈ സംഘടന ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്ക് അഥവാ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം എല്ലാ ജീവനക്കാർക്കും ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകണമെന്നാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നിരവധി ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ലഭിക്കണം. അതിനോടൊപ്പം തന്നെ പോസ്റ്റൽ വോട്ട് അടക്കം സജ്ജമാക്കി തരണം എന്നുള്ളൊരു ആവശ്യമാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും ഉന്നയിക്കുന്നത്. നമ്മളുടെ ജീവനക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലും ഇലക്ഷൻ ഡ്യൂട്ടി എടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. വോട്ട് ചെയ്യാനുള്ള അവസ്ഥ സൃഷ്ടിക്കണമെന്നാണ് ഈ ധർണയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് വളരെ ഉത്തരവാദിത്വമില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തിരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റ് സർവീസ് സംഘടനകളോടാണെങ്കിലും സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് കുറഞ്ഞത് 30,000-ലധികം ഉദ്യോഗസ്ഥർക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. അത്രത്തോളം ജീവനക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചിട്ടുണ്ട്. 30,000-ത്തിനുള്ള അടുത്ത് ജീവനക്കാരുടെ വോട്ടവകാശം നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒരു വർഷം മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണോ ഇത്? അതിനോടൊപ്പം തന്നെ ഈ പോസ്റ്റൽ ബാലറ്റുകൾ എത്തിക്കുന്നതിലടക്കം കമ്മീഷന് വീഴ്ച വന്നിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലാണ് ഇതുപോലുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമാണ്, വോട്ട് നഷ്ടപ്പെട്ടവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം വേണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം 1.5 ലക്ഷം ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അതിൽ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 1,35,000 ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കമ്മീഷന് ഇതുവരെയും വ്യക്തതയില്ല. സർവീസ് സംഘടനകൾ ആരോപിക്കുന്നതനുസരിച്ച് 30,000-ലധികം ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചെറുതല്ല, ആ കണക്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റ് സംവിധാനം അടക്കം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തയ്യാറാക്കിക്കൊണ്ട് എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഒരുക്കണമെന്നാണ് സർവീസ് സംഘടനകളും ഉദ്യോഗസ്ഥരും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ഷമീമിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.